പ്രജകളെന്ന് പറഞ്ഞാലും നമുക്ക് രണ്ടർത്ഥത്തിൽ പറയാം. പ്രജകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്ന പൗരന്മാരാണ്. അവർക്ക് വേറൊരു അവകാശമില്ല. അവകാശം എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളുണ്ട്, പ്രതികരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഭരിക്കാനുള്ള അവകാശമൊന്നും അവർക്കില്ല. അപ്പോൾ ഈ രാജാവിൻ്റെ കാലഘട്ടത്തിൽ അപ്പോൾ ഈ പ്രജകളാണോ സുരേഷ് ഗോപി ഉദ്ദേശിച്ചത്? ഒരിക്കലും ആയിരിക്കില്ല. സുരേഷ് ഗോപിയുടെ ഉള്ളിൽ ഞാൻ രാജാവാണ്, ബാക്കി എല്ലാവരും പ്രജകളാണ് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അതായത് പണ്ട് കാലങ്ങളിൽ രാജഭരണം ഉണ്ടായിരുന്ന സമയങ്ങളിൽ രാജാവിൻ്റെ അടിയിൽ നിൽക്കുന്ന അടിയാളന്മാരെയായിരുന്നു പ്രജകളെന്ന് വിളിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം. രാജാക്കന്മാരുടെ എല്ലാ വീഴ്പ്പും താങ്ങുന്ന ആളുകളായിരുന്നു ആ പ്രജകൾ. ആ പ്രജകളെ അല്ലേ സുരേഷ് ഗോപി അവിടെ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആ പ്രജകളെ പറ്റിയല്ലേ സുരേഷ് ഗോപി അവിടെ പറഞ്ഞത്? ഇയാൾക്ക് നല്ല പരിജ്ഞാനമുണ്ട് എല്ലാ കാര്യങ്ങളെ പറ്റിയും. അതുകൊണ്ട് തന്നെയും ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രജകളെന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിനുള്ള അധികാരമുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിച്ചുകൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ ഈ സുരേഷ്